നിങ്ങൾക്ക് വെറും 2 സെക്കൻഡ് സമയം മാത്രം മതി ഈ ഒരു ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടൊന്ന് വീഡിയോ കാണാം. സോ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. RCB റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സീസണാണ്. നമ്മളത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു ബോളിംഗ് ശരിയല്ല, ബോളിങ്ങിന് ഡെപ്ത് ഇല്ലെന്നൊക്കെ. എന്തായാലും നമ്മളെല്ലാം വിചാരിച്ചു അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. പക്ഷേ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒന്നിനും സാധിച്ചില്ല. വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുന്നു, ഓറഞ്ച് ക്യാപ്പ് നേടുന്നു, എന്നിട്ട് പോലും ടീമിന് ഒരു മാച്ചസ് പോലും മികച്ച രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പോയിന്റ് ടേബിൾ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു ടീമായിട്ട് RCBക്ക് മാറേണ്ടി വന്നു. ഇതിൻ്റെ എല്ലാം ഫ്രസ്ട്രേഷൻ വിരാട് കോഹ്ലിയും കാണിക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടെയാണ്. അതായത് ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം തൊപ്പി വലിച്ചെറിയുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നു. അതെല്ലാം നമ്മളെല്ലാവരും കണ്ട ഈ TV കൂടെ കാണുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 2 മാച്ചിലും പ്രത്യേകിച്ച് നമ്മൾ വിരാട് കോഹ്ലി നോക്കിയാൽ അദ്ദേഹം ഒട്ടും സന്തോഷമല്ല ഈ ഒരു ടീമിൽ. അതിൽ നമുക്ക് അദ്ദേഹത്തെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഒന്നാമത്തെ കഴിവെന്ന് പറയുന്നത് വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ റോൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു കളിയിൽ അദ്ദേഹം സെഞ്ചുറി അടിക്കാൻ കുറച്ചധികം ബോൾ എടുത്തു. അതല്ലാതെ വളരെ മികച്ച രീതിയിൽ തന്നെ എന്താണോ ഇതിൻ്റെ റോൾ അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്റ്സ്മാൻമാർ അവർക്ക് ചെയ്യിക്കാൻ പറ്റാവുന്ന അപ്പുറം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ബോളർമാരാണ് പണി പാളിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രശസ്ത ടെന്നീസ് താരമായ മഹേഷ് ഭൂപതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ അതെന്താണ് നമുക്ക് ആദ്യമേ ഒന്ന് വായിക്കാം. ഫോർ ദ സേക്ക് ഓഫ് ദ സ്പോർട്സ്, ദ IPL, ദ ഫാൻസ് ആൻഡ് ഈവൻ ദ പ്ലേയേഴ്സ്, I think BCCI need to enforce the sale of RCB to a new owner who will care to build a sport franchise the way most of the other teams have done so. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായത് RCB എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിനെ BCCI മറ്റാർക്കെങ്കിലും സെയിൽ ചെയ്യണം. സോ അവർക്ക് നല്ലൊരു RCB ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിനായിട്ടൊരു കൊട്ടുകൂടിയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് മോശമാണ് എന്നാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. RCBയുടെ മാനേജ്മെൻറ്റ് മോശമാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വുമൻസ് പ്രീമിയർ ലീഗ് അവർ നേടിയിരുന്നു. സോ ആ ഒരു മാനേജ്മെൻറ്റാണ് ഈ ഒരു ടീമിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ അവർ ബോളിങ്ങിൽ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്ത രീതി മോശമായിപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയൊക്കെ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക.